ടി ജി ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് ADGP അജിത് കുമാർ RSSൻ്റെ സർക്കാർ വാഹനയെ സന്ദർശിച്ചു, മറ്റൊരു നേതാവിനെ സന്ദർശിച്ചു എന്നൊക്കെ ഉള്ളൊരു വാർത്തകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ അത് വിവാദമായി എന്ന് പറയുന്നു. RSSലും BJPയിലും അതൃപ്തി എന്ന് പറയുന്നു. സ്പീക്കർ AN ഷംസീർ പറയുന്നു RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്, അതിൻ്റെ നേതാക്കളെ സന്ദർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഉള്ള രീതിയിൽ ഷംസീർ പറയുന്നു. ഷംസീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ CPM അനുകൂലികളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു. ഇതിനിടയിൽ കോൺഗ്രസ്സുകാർ പറയുന്നു ഇത് പിണറായിക്ക് വേണ്ടി ചെയ്തതാണ്, അത് CPMകാർ പറയുന്നു, അല്ല PV അൻവർ പറയുന്നു ഇത് VD സതീശന് വേണ്ടി ചെയ്തതാണ്. ഇതാകെ ഒരു കുഴഞ്ഞ മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പൊതുവേ മാധ്യമങ്ങൾക്ക് RSSനെ പറ്റിയിട്ടുള്ള ഒരു അറിവില്ലായ്മ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നു. അതിതിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. എന്താ, LDFും UDFും കൂടെ ഒരു തീരുമാനമെടുത്തു, RSS അൺടച്ചബിളാണ്, BJP അൺടച്ചബിളാണ്. ആ കെണിയിലാണ് നമ്മളുടെ ജനതാദൾ ചെന്ന് പെട്ടത്, മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ. കാരണം കർണാടകത്തിലെ ജനതാദൾ BJPയുടെ കൂടെ കൂടി. അപ്പോൾ ഇവിടുത്തെ ജനതാദൾ എന്ത് ചെയ്യും? കുറേ ദിവസം ആ ബഹളമായിരുന്നു. ഇവിടുത്തെ ജനതാദൾ വേറിട്ട് നിൽക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. വല്ലതും ചെയ്തോ? 5-6 ദിവസം അത് കിടന്ന് ഓടി. ഏകദേശം ഒരാഴ്ചയോളം ആ വിവാദമായിരുന്നു. ഇവിടുത്തെ ജനതാദൾ എന്ത് ചെയ്യും? മാത്യു ടി തോമസ് പറയുന്നു, കൃഷ്ണൻകുട്ടി പറയുന്നു, പേരറിയാത്ത വേറെ കുറേ നേതാക്കൾ ഇറങ്ങുന്നു, അവരെന്തൊക്കെയോ പറയുന്നു. പഴയ നമ്മളുടെ ജനതാ പാർട്ടിക്കാരൻ നാണു എണീറ്റ് വരുന്നു, അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നു. ആകെ ബഹളം. ഒടുവിൽ ഇത് എവിടെ തീർന്നു എന്ന് ആർക്കും അറിയില്ല. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനതാദൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രേയാംസ് കുമാർ ഒരു ഉത്തരം പറയും, കൃഷ്ണൻകുട്ടി വേറൊരു ഉത്തരം പറയും. ആ സംഭവമാണ്. പക്ഷേ അത് അങ്ങനെ അങ്ങ് പോയി. ദേ വെയിറ്റഡ് ഫോർ ദ ടൈം. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രിൻസിപ്പിളുണ്ട്, ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം. ഒരു പൗരൻ്റെ ഒരു അപേക്ഷ കിട്ടി, എന്ത് ചെയ്യണമെന്നറിയാമല്ല. നിയമപരമായിട്ട് ഇയാൾ ചോദിക്കുന്നത് ശരിയാണ്, പക്ഷേ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ 1000 പേര് എണീറ്റ് വരും, ഒരാൾ കോടതിയിൽ പോകും, സർക്കാരിന് മൊത്തം ബാധ്യത നോക്കിക്കഴിയുമ്പോൾ ഒരു 250 കോടി രൂപ വരും. അപ്പോൾ എന്ത് ചെയ്യും? ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം. ഈ അപേക്ഷ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുക, കീറിക്കളയില്ല, അതവിടെ വെച്ചുകൊണ്ടിരിക്കും. ഈ അപേക്ഷകൻ മരിച്ചു പോകും. ടൈം സോൾവ് ദ പ്രോബ്ലം. മറ്റുള്ളവർക്കൊന്നും ഈ ലോ പോയിൻ്റ് അറിയില്ല, ഇയാൾക്കറിയാം, അതാണ് ഇയാൾ റേസ് ചെയ്തിരിക്കുന്നത്. ലോ ഈസ് പെർഫെക്റ്റ്, അയാളുടെ അപേക്ഷ കറക്റ്റാണ്, അത് അനുവദിക്കേണ്ടതുമാണ്. അനുവദിച്ചില്ലെങ്കിൽ അയാൾക്ക് കോടതിയിൽ പോകാം. അപ്പോൾ അനുവദിച്ചാൽ ഈ കുഴപ്പമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തു ചെയ്യും? തീരുമാനമെടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുക, മറ്റേ ആൾ മരിക്കുന്നവരെ. മരിക്കുമ്പോൾ ഇത് കീറി ചവറ്റുകുട്ടയിലിടും. ടൈം വിൽ സോൾവ്. ഇത് തന്നെ പൊളിറ്റിക്സിലും ചില പ്രശ്നങ്ങൾ സമയം കൊണ്ട് അങ്ങ് തീരും. ഇവർക്കിപ്പോൾ വേണ്ടത് എന്താ? RSSനെ തൊട്ടു എന്ന് വരുത്തുക. RSSനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും. ഈ ഒരു പ്രിൻസിപ്പിൾ അവർ ജനങ്ങളിൽ നിന്ന് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ആരാരെ കണ്ടു എന്നൊന്നും. ബട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു പോയിൻ്റാണ് RSSുമായിട്ട് ബന്ധം, BJPയുമായിട്ട് ബന്ധം. ഈ പറയുന്ന കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് BJPയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. 1991 ബന്ധപ്പെട്ടു. അതിൽ കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. അതിലൊന്നാം തരം RSSകാരായ നമ്മളുടെ KG മാരാർ, PP മുകുന്ദൻ, ഇതുപോലുള്ള ആൾക്കാരാണ് ആ ഡീൽ ഫോം ചെയ്തത്. ദാറ്റ് ഡീൽ വാസ് എ സർപ്രൈസ് പലർക്കും. അത് അറിഞ്ഞുകൂടാതെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഡീല് പ്രത്യക്ഷപ്പെടുന്നത്. ബേപ്പൂർ മാധവൻകുട്ടി സാറും വടകരയിൽ ലോക്സഭയിലേക്ക് അഡ്വക്കേറ്റ് രത്നസിംഗും മത്സരിച്ചു. അഡ്വക്കേറ്റ് രത്നസിംഗ് അന്ന് അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിരുന്നു കേരള ഹൈക്കോടതിയിൽ, നിസ്സാരക്കാരല്ല. ഡോക്ടർ മാധവൻകുട്ടി 3 മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, 3 സ്ഥലത്ത് പ്രിൻസിപ്പലായിരുന്നു. ഓർമ്മ എനിക്കുണ്ട്. വേറെ എവിടെയെങ്കിലും കോട്ടയത്തോ വല്ലതായിരുന്നോ എനിക്ക് ഓർമ്മയില്ല. അത്ര പ്രഗത്ഭനായിരുന്നു ഡോക്ടർ മാധവൻകുട്ടി. അദ്ദേഹത്തെ പരസ്യമായിട്ട് നിർത്തിയാണ് മത്സരിച്ചത്. കോലീബി സഖ്യം, കോൺഗ്രസും ലീഗും BJPയും ചേർന്ന്. ആ കോൺഗ്രസ്സുകാരൻ ഇന്ന് കിടന്ന് നിലവിളിക്കുന്നു, ADGP RSSനെ പോയി കണ്ടു. എന്ത് പരിപാടി? RSSനെ പലരും പോയി കാണാറുണ്ട്.
നൗ കേന്ദ്രത്തിൽ നോക്കുക, നമ്മളെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ സകല രാഷ്ട്രീയ കക്ഷികളും സകല സംഘടനകളും ചെറുതോ വലുതോ ആരുമായിക്കോട്ടെ എല്ലാവരുമായിട്ടും ഒരു ബന്ധം വയ്ക്കും. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ അത്ര വലുതാണ്. ഒരു ADGPക്ക് എല്ലാവരുമായിട്ടും ഗുഡ് റിലേഷൻസ് ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ ലോ ആൻഡ് ഓർഡർ നടക്കുകയുള്ളൂ. പലരുടെയും ധാരണ ലോ ആൻഡ് ഓർഡർ പോലീസ് അങ്ങ് നടപ്പിലാക്കുകയാണ്. അല്ല, പോലീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ലാത്തി ചാർജിലും വെടിവെപ്പിലും പോയി കലാശിക്കും. മറ്റേ കൂട്ടരുമായിട്ട് ഒരു സംസാരിക്കാൻ ഒരു ചാനലുണ്ടാവണം. അപ്പോഴേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വെടിവെപ്പിൽ ചെന്ന് കലാശിക്കും കേട്ടോ. സോളാർ സമരം നടന്നു, ഓർക്കണ്ടല്ല. ഉമ്മൻചാണ്ടി രാജിവെക്കണം, സെക്രട്ടേറിയറ്റ് വളഞ്ഞു, 10,000-15,000 പേര്. ആ സമരം തീർന്നത് എങ്ങനെയാണ്? ഡീലിലാണ്. ഒരു കാര്യം ചെയ്യും, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പിരിഞ്ഞു പോയിക്കോളാം. കാരണം സമരം ചെയ്യുന്നവരും വിഷമിച്ചു. അവർക്ക് കക്കൂസി പോകാൻ സ്ഥലമില്ല തിരുവനന്തപുരത്ത്. അതായിരുന്നു പ്രധാന പ്രശ്നം. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാകും സഖാവേ എന്ന് പറഞ്ഞു. സഖാവ് വിളിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ആ ഡീല് പിന്നീട് പുറത്തു വന്നു. തിരുവഞ്ചൂരും അത് സംസാരിച്ചിരുന്നു. കാരണം ഇത് എവിടെയെങ്കിലും തീർക്കണ്ടേ ഈ സംഭവം. ഇങ്ങനെയാണ് എപ്പോഴും സമരങ്ങളൊക്കെ തീർങ്ങുന്നതും ക്രമസമാധാനം നടപ്പാകുന്നത്. അല്ലാതെ അടിക്കടാ ലാത്തി കൊണ്ട് എന്ന് പറഞ്ഞ് ക്രമസമാധാനം നടപ്പാക്കാൻ പറ്റില്ല. അപ്പുറത്ത് നിന്നും സഹകരണം വേണം. ഇതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ കോഴിക്കോട് ഒരു ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരനല്ല, വടക്കന, പേര് ഞാൻ ഓർക്കുന്നില്ല. ഇദ്ദേഹം DYFIയുടെ മറ്റൊരു കളക്ടറേറ്റ് മാർച്ച്. അപ്പോൾ ഒരു 10-20 പേരേ ഉള്ളൂ. പക്ഷെ ഭീകരമായ മുദ്രാവാക്യമൊക്കെ ആയിട്ട് ചെറുപ്പക്കാർ കളക്ടറേറ്റിന് നേർക്ക് മാർച്ചാണ്. അപ്പോൾ SP വിളിച്ചു, സാർ ഗേറ്റ് അടച്ചിട്ടിട്ട് ഞാൻ ബാരിക്കേഡ് വയ്ക്കാം, അവിടെ പോലീസുകാരെ വിനിയോഗിക്കാം. കളക്ടർ പറഞ്ഞു, എന്തിന്? ഒന്നും വേണ്ട, അവർ മാർച്ച് ചെയ്തിട്ട്. അല്ല, അവർ മാർച്ച് ചെയ്യട്ടെ എന്ന്. അവർ അസംബ്ലി ചെയ്ത് അവർ തുടങ്ങും സാർ, വരട്ടെ എന്ന്. അവർ മാർച്ച് ചെയ്ത് വരട്ടെ, നോക്കാമല്ലോ നമുക്ക് എന്താണ്. നിങ്ങളൊന്നും പേടിക്കണ്ട, എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷനും വേണ്ട, അവിടെ ബാരിക്കേഡും വേണ്ട, ഗേറ്റ് അടയ്ക്കുകയും വേണ്ട. ഗേറ്റ് തുറന്നിട്ടാണ്. ഗേറ്റ് തുറന്നിട്ട് ഇവർ മാർച്ച് ചെയ്ത് ഗേറ്റിൽ വന്നപ്പോൾ പിടിച്ചു കുലുക്കാൻ ബാരിക്കേഡില്ല. അതല്ല അതിൻ്റെ അടുത്ത ചടങ്ങ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുക. മറികടക്കാൻ ബാരിക്കേഡില്ല, ചുമ്മാ ഗേറ്റിൽ കൂടെ കയറി പോകാൻ എത്തി. ഇവർ സർക്കിളിനെ വിളിച്ചു, സാർ ഞങ്ങളിവിടെ മാർച്ച് ഇവിടെ എത്തി. ഓ ആയിക്കോട്ടെ. അല്ല, ഞങ്ങളുടെ മാർച്ച് ഗേറ്റിൽ എത്തിയിരിക്കുക. ആയിക്കോട്ടെ, അതിനെന്താ, നിങ്ങളടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. കുടുങ്ങി. കളക്ടറേറ്റിന് ഉള്ളിൽ കയറിയിട്ട് എന്താ ചെയ്യാൻ പോകണം? അവിടെ ഇരിക്കുന്ന ക്ലർക്കിനെ തല്ലാനോ? അയാൾ എന്ത് പഴിച്ചു? ഇവരുടെ ആവശ്യം നരേന്ദ്രമോദി രാജിവെക്കണം എന്നുള്ളതാണ്. അതിന് ആ ക്ലർക്ക് എന്ത് പഴിച്ചു? അയാളെ തല്ലാൻ പറ്റില്ല, അവിടെ പാറാവുകാരനെ തല്ലാൻ പറ്റില്ല. ഇപ്പോൾ ജില്ലാ കളക്ടർ മുറിയിലേക്ക് ഇടിച്ച് കയറുക, അല്ല നാശനഷ്ടം വരുത്തി കഴിഞ്ഞാൽ PDPP ആക്ട് വെച്ച് പിടിച്ചകത്തിടും. ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. സർക്കിളിനെ വിളിച്ച് കരഞ്ഞു, സാർ അലമ്പാക്കരുത്, എന്തെങ്കിലും ചെയ്യണം. സർക്കിൾ SP വിളിച്ചു, സാർ കുറേ നേരമായി അവർ ഗേറ്റിൽ നിൽക്കുന്നു, മുദ്രാവാക്യം വിളിച്ച് തളർന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം സാർ. അവസാനം SP കളക്ടറോട് പറഞ്ഞു, സാർ അവരെ ആകെ തളർന്നിരിക്കുകയാണ്, ഞാൻ ഒരു ബാരിക്കേഡ് കൊണ്ടുവന്നവിടെ വയ്ക്കാം, അപ്പോൾ അവരൊന്ന് കുലുക്കും, ഞാനൊരു ജലപീരിങ് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുക, ഇച്ചിരി വെള്ളം ചീറ്റുമ്പോൾ പിള്ളേർ എണീറ്റ് പൊക്കോളും, അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓ അങ്ങനെ ഒരു ചടങ്ങ് കേരളത്തിലുണ്ടോ, ഞാനിത് അറിഞ്ഞില്ല. പുള്ളി വടക്കുന്നാണല്ലേ വരുന്നത്. പുള്ളി പറഞ്ഞു, വടക്കൊക്കെ ഇതിങ്ങനെ തന്നെ അങ്ങ് അവസാനിക്കുക എന്നുള്ളതാണ്. ശരി, എന്നാൽ പിന്നെ ആ ചടങ്ങ് നടത്തി വിട് വെറുതെ. അങ്ങനെ ഒരു ബാരിക്കേഡ് കൊണ്ടുവന്ന് വെച്ച് ഇച്ചിരി വെള്ളവും ചീറ്റിയിട്ട് ഇവരെ വിട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇതില്ല, അതിലാണ് മനോരമയിലെ കുഞ്ചുക്കുറുപ്പ് പറഞ്ഞത്, വെള്ളമില്ലാത്ത കാലമാണ്, ഇനി വായു പീരങ്കി ചീറ്റിയാൽ മതി, കാറ്റടിച്ച് ആൾക്കാരെ ഡിസ്പേഴ്സ് ചെയ്യും. വെള്ളമില്ല, തിരുവനന്തപുരത്ത് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ജലപീരങ്കി ചീറ്റുന്നത്. ഇങ്ങനത്തെ സമരങ്ങളൊക്കെ തീർക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും സംസാരിക്കണ്ടേ, നല്ല ബന്ധം വേണ്ടേ. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGPയുടെ ചുമതലയാണ് ആവുന്നത്ര ആൾക്കാരെ കോണ്ടാക്റ്റിൽ നിർത്തുക.